ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബാത്തിന, ബുറൈമി മേഖലകളിലെ ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് വിവിധ സേവനങ്ങൾ നൽകുന്നതിനായി മസ്കറ്റ് ഇന്ത്യൻ എംബസി സൊഹർ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബുമായി സഹകരിച്ച് കോൺസുലർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. സൊഹറിലെ ജിൻഡോൾ ടൗൺഷിപ്പ് ഹാളിൽ ഈ മാസം 26 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 4 വരെയുമായിരിക്കും ക്യാമ്പ്. ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. അപേക്ഷകൾക്കും മറ്റ് സേവനങ്ങൾക്കും വരുന്നവർ പാസ്പോർട്ട്, സിവിൽ ID കാർഡ് എന്നിവയുടെ ഒറിജിനലും പകർപ്പും കരുതണം. അതേസമയം സാങ്കേതിക കാരണങ്ങളാൽ പാസ്പോർട്ട് പുതുക്കലുകൾ സ്വീകരിക്കുന്നില്ലെന്ന് അധികൃതർ അറിയിച്ചു. ബാത്തിന, ബുറൈമി മേഖലയിൽ നിന്നുള്ള പ്രവാസികൾക്കേറെ ആശ്വാസകരമാകും എംബസി ഒരുക്കുന്ന കോൺസുലർ ക്യാമ്പ്. തുടർ സേവനങ്ങൾ എംബസി വഴിയും ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്കായി 99385148 എന്ന നമ്പറിലോ 99262730 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ക്യാമ്പിൽ ലഭിക്കുന്ന സേവനങ്ങൾ ഇനി പറയുന്നു. പവർ ഓഫ് അറ്റോർണി അറ്റസ്റ്റേഷൻ, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, സത്യവാങ്മൂലം അറ്റസ്റ്റേഷൻ, പാസ്പോർട്ടിന്റെ പേരിന്റെ അക്ഷര വിന്യാസത്തിലോ കുടുംബപ്പേര് ചേർക്കുന്നതിനോ പേരുകൾ വിഭജിക്കുന്നതിനോ ഉള്ള അപേക്ഷകൾ സ്വീകരിക്കൽ, നവജാത ശിശുക്കളുടെ ജനന രജിസ്ട്രേഷൻ, NRI, CIW എന്നീ സർട്ടിഫിക്കറ്റുകൾക്കുള്ള അപേക്ഷ സ്വീകരിക്കൽ, ഇന്ത്യയിൽ വായ്പ എടുക്കുന്നതിനുള്ള സാലറി സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്തൽ തുടങ്ങിയവയാണ്. കേരളവും ഒമാൻ ചെയർമാൻസ് 11 തമ്മിലുള്ള ഏകദിന പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. അമറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് മത്സരം ആരംഭിക്കും. ആദ്യ മത്സരത്തിൽ കേരളം നേടിയ വിന്നും ജയത്തിന് മറുപടിയായി ആതിഥേയർ ഇന്ന് മികച്ച വിജയം ലക്ഷ്യം വെച്ചാകും ഇറങ്ങുന്നത്. പരമ്പരയിൽ 1-0 കേരളം മുന്നിലാണിപ്പോൾ. 4 വിക്കറ്റിനായിരുന്നു കേരളത്തിന്റെ വിജയം. ഇന്നത്തെ മത്സരത്തിന് മുന്നോടിയായി ഇന്നലെയും കേരള താരങ്ങൾ പരിശീലനത്തിന് ഇറങ്ങി. ഈ മാസം 25-നും 27-നുമാണ് അടുത്ത 2 ഏകദിന മത്സരങ്ങൾ. സ്റ്റേഡിയത്തിൽ കാണികൾക്ക് പ്രവേശനം സൗജന്യമാണ്. ദോഫർ ഗവർണറേറ്റിലെ ഐൻ അർസാത്ത് മേഖലയിൽ അനധികൃതമായി ശേഖരിച്ച 8 ടണ്ണോളം വിറക് പിടികൂടി. നിയമവിരുദ്ധമായി വിറക് ശേഖരിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്ത 23 കേന്ദ്രങ്ങളിൽ പരിസ്ഥിതി അതോറിറ്റിയും റോയൽ ഒമാൻ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇവ പിടിച്ചെടുത്തത്. യന്ത്രവാളുകൾ ഉപയോഗിച്ച് മരം മുറിക്കൽ, രാസവസ്തുക്കൾ കുത്തിവെച്ച് മരങ്ങൾ നശിപ്പിക്കൽ, നിയമവിരുദ്ധമായി മരങ്ങൾ പിഴുതെടുക്കൽ തുടങ്ങിയ നിരവധി നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. പരിസ്ഥിതി സംരക്ഷണം വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തി. വേനൽ ശക്തമായതോടെ വിദ്യാർത്ഥികൾക്കിടയിൽ ചിക്കൻ പോക്സ് ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. സ്കൂളുകളിൽ രോഗബാധിതരായി എത്തുന്ന കുട്ടികൾ വർദ്ധിച്ചതോടെ പ്രതിരോധ നടപടികൾ അധികൃതർ ആരംഭിച്ചിരിക്കുകയാണ്. മുതിർന്നവരിലും അസുഖം കണ്ടുവരുന്നുണ്ട്. പ്രതിരോധശേഷി കുറഞ്ഞവരിൽ രോഗം തീവ്രമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. സമ്പർക്കത്തിലൂടെ പകരുന്നതിനാൽ തുടക്കത്തിൽ തന്നെ കരുതലെടുക്കണം. വാക്സിനേഷനാണ് ഏറ്റവും നല്ല പ്രതിരോധ മാർഗം. ഇതുവരെ ചിക്കൻ പോക്സ് വരാത്തവരിലും വാക്സിൻ എടുക്കാത്തവരിലുമാണ് കൂടുതൽ രോഗം ബാധിക്കുന്നത്. ചെറിയ കുട്ടികൾ, പ്രായമായവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ, ഗർഭിണികൾ, ദീർഘകാലമായി ശ്വാസകോശ രോഗങ്ങളുള്ളവർ എന്നിവർ കൂടുതൽ കരുതൽ സ്വീകരിക്കണം. വെരിസെല്ല സോസ്റ്റർ എന്ന വൈറസ് കാരണം ഉണ്ടാകുന്ന പകർച്ചവ്യാധിയാണ് ചിക്കൻ പോക്സ്. കൃത്യമായി പ്രതിരോധം തുടക്കം മുതൽ നടത്താനായാൽ പെട്ടെന്ന് ഭേദമാക്കാം. പനി, ക്ഷീണം, ശരീരവേദന, തലവേദന, വിശപ്പില്ലായ്മ, ശരീരത്തിൽ കുമിളകൾ, പൊന്തൽ എന്നിവയാണ് ലക്ഷണങ്ങൾ. ശരീരത്തിൽ വെള്ളം കെട്ടിനിൽക്കുന്ന കുമിളകൾ വന്ന് 4 മുതൽ 7 ദിവസത്തിനുള്ളിൽ ഉണങ്ങിത്തുടങ്ങും. ചിക്കൻ പോക്സ് രോഗമുള്ളവരുമായുള്ള സമ്പർക്കം വഴിയാണ് ഇത് പടരുന്നത്. ചിക്കൻ പോക്സ് കുമിളകളിലെ സ്രവങ്ങളിൽ നിന്നും ചുമ, തുമ്മൽ എന്നിവയിലൂടെയുള്ള കണങ്ങൾ ശ്വസിക്കുന്നത് വഴിയും രോഗം പടരാം. വൈറസ് പെരുകുന്നത് തടയുന്ന ആന്റിവൈറൽ മരുന്നുകൾ രോഗ തീവ്രതയും സങ്കീർണതകളും കുറയ്ക്കാൻ സഹായകമാകും. വേദന സംഹാരികൾ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കണം. ചികിത്സയിലാണെങ്കിലും സ്ഥിരമായി ഉപയോഗിക്കുന്ന മറ്റ് മരുന്നുകൾ ഒഴിവാക്കരുത്. ചിക്കൻ പോക്സ് പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പ്രതിരോധ കുത്തിവയ്പ്പാണ്. ഫലപ്രദമായ വാക്സിനുകൾ ഇതിനായുണ്ട്. രോഗികളുമായി സമ്പർക്കത്തിൽ വന്നാൽ 72 മണിക്കൂറിനുള്ളിൽ വാക്സിൻ എടുത്താൽ രോഗത്തെ പ്രതിരോധിക്കാം. കുട്ടികളിൽ 1.25 വയസ്സിലും 4 വയസ്സിനു ശേഷവും കുത്തിവയ്പ് എടുക്കാം.
അതേസമയം രോഗികൾക്ക് പരിപൂർണ വിശ്രമം ആവശ്യമാണ്. വായുസഞ്ചാരമുള്ള മുറികളിൽ വിശ്രമിക്കണം. ധാരാളം വെള്ളം കുടിക്കണം. പഴവർഗ്ഗങ്ങളും കഴിക്കണം. സമ്പർക്കം ഒഴിവാക്കുക. രോഗി ഉപയോഗിക്കുന്ന വസ്തുക്കൾ പങ്കിടാതിരിക്കുക. ചൊറിച്ചിൽ ഉണ്ടെങ്കിൽ കലാമിൻ ലോഷൻ ഉപയോഗിക്കാം. ശരീരം നനഞ്ഞ തുണി കൊണ്ട് ഒപ്പിയെടുക്കാവുന്നതാണ്. നിരവധി വിദ്യാർത്ഥികൾക്ക് ചിക്കൻ പോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലാസുകൾ ഓൺലൈനിലേക്ക് മാറ്റി. ഡാർസെറ്റ് ഇന്ത്യൻ സ്കൂളിൽ ഗ്രേഡ് 1 മുതൽ 12 വരെ ഇന്നും നാളെയും ക്ലാസുകൾ ഓൺലൈൻ വഴിയാകുമെന്ന് പ്രിൻസിപ്പൽ രക്ഷിതാക്കൾക്ക് അയച്ച സർക്കുലറിൽ പറയുന്നു. വാരാന്ത്യം കഴിഞ്ഞാകും ഇനി ഫിസിക്കൽ ക്ലാസുകൾ പുനരാരംഭിക്കുക. ബാൽവത്തിക KG ക്ലാസുകളിൽ ഇന്നും നാളെയും അവധിയായിരിക്കുമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. അതേസമയം ചിക്കൻ പോക്സ് ബാധിച്ചവരെയും ലക്ഷണങ്ങൾ ഉള്ളവരെയും അവരെ സഹോദരങ്ങളെയും ഓഫ്ലൈൻ ക്ലാസുകൾ പുനരാരംഭിക്കുന്ന ദിവസങ്ങളിലും സ്കൂളിലേക്ക് അയക്കരുത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചിക്കൻ പോക്സ് ഭേദമാകുന്ന ഘട്ടത്തിൽ സ്കൂളിലെത്തുമ്പോൾ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അല്ലാത്തവർക്ക് ക്ലാസുകളിലോ ക്യാമ്പസിലേക്കോ പ്രവേശനം അനുവദിക്കില്ല. അസുഖം ബാധിച്ച വിദ്യാർത്ഥികളുടെ വിവരം ക്ലാസ് അധ്യാപകരെ രക്ഷിതാക്കൾ അറിയിക്കണം. കുട്ടികൾക്ക് ആവശ്യമായ ആരോഗ്യ പരിചരണം ഉറപ്പുവരുത്തണമെന്നും സർക്കുലറിൽ ആവശ്യപ്പെട്ടു. രാജ്യത്തെ തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച 36 പ്രവാസികളെ അറസ്റ്റ് ചെയ്തു. ബൗഷർ വിലായത്തിൽ മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് പോലീസ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇന്ത്യക്കാരടക്കമുള്ള നിയമലംഘകർ പിടിയിലായത്. 18 ബംഗ്ലാദേശ് പൗരന്മാർ, 5 പാകിസ്ഥാനികൾ, 4 ഇന്ത്യക്കാർ, 4 ഈജിപ്തുകാർ, 3 യമനികൾ, 1 ഇറാഖി, 1 ജോർദാനിയൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തതെന്നും ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം തൊഴിൽ നിയമ ലംഘകരെ പൂട്ടാൻ തൊഴിൽ മന്ത്രാലയവും കർശന പരിശോധനകളാണ് നടത്തിവരുന്നത്. തൊഴിൽ മന്ത്രാലയം ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകുന്ന പരിശോധനയിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സർവീസസ് വിഭാഗവും സഹകരിക്കുന്നുണ്ട്. തൊഴിൽ വിപണി ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് മന്ത്രാലയം പരിശോധന ശക്തിപ്പെടുത്തുന്നത്. പുതിയ വഴികൾ അവലംബിച്ചിട്ടുള്ള പരിശോധനയിൽ തൊഴിൽ നിയമങ്ങൾ, മന്ത്രാലയം നിർദ്ദേശങ്ങൾ എന്നിവ പാലിക്കാതെ പ്രവർത്തിക്കുന്ന കമ്പനികളെയും സ്ഥാപനങ്ങളെയും തൊഴിലാളികളെയും കണ്ടെത്തും. ഇതുവഴി ഒമാൻ സമ്പദ്വ്യവസ്ഥ ശക്തിപ്പെടുത്തുകയും സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യും. യഥാർത്ഥ സ്പോൺസറിൽ നിന്നും മാറി മറ്റുള്ളവർക്ക് വേണ്ടി തൊഴിലെടുക്കുന്നതും സ്വന്തം നിലയ്ക്ക് തൊഴിൽ ചെയ്യുന്നതുമെല്ലാം നിയമലംഘനങ്ങളാണ്. സ്വദേശിവൽക്കരിച്ച ജോലികളിൽ ഏർപ്പെടുന്നതും പിടികൂടാൻ കാരണമാകും. കൃത്യമായ രേഖകൾ ഇല്ലാത്തവരും ഉള്ള രേഖകളുടെ കാലാവധി പുതുക്കാത്തവരും നാളെ മുതൽ അധികൃതരുടെ വലയിൽ വീഴും. തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിക്കുന്നതിനാൽ വ്യത്യസ്ത കുറ്റങ്ങളാണ് ഇവർക്കുമേൽ ചുമത്തപ്പെടുക. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.